എന്താണ്, നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എല്ലാം വായിക്കാൻ ഒരേപോലെ ഇരിക്കും അല്ലെ. സൈറ്റ് എല്ലാം വായിക്കുന്നത് ഒന്ന് തന്നെയാണ്. ഏതെങ്കിലും ഒരു സെന്റൻസ് നിങ്ങൾ ആരംഭിച്ചു കേട്ടിട്ടുണ്ടോ? ബിക്കോസ് വെച്ചോ, ആൻഡ് വെച്ചോ, ബട്ട് വെച്ചോ. എന്ത് സംഭവിച്ചു? മറ്റൊരു കാര്യം സംഭവിച്ചു. അങ്ങനെ സംഭവിക്കുന്ന ആ ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാൻ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുമി. എൻട്രിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ LDC പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം വന്ന് നിങ്ങൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണെന്നറിയാം. എല്ലാവരും നല്ല രീതിയിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ എവിടുന്ന് ഒരു ക്ലാസ് കിട്ടിയാലും നിങ്ങൾക്ക് എല്ലാം വളരെ സന്തോഷമാണ് അത് കാണാനും അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും. ഇങ്ങനെ സാധാരണ രീതിയിൽ നമ്മൾ ഈ LDC പരീക്ഷകൾ അല്ലെങ്കിൽ PSCയുടെ ഏതൊരു പരീക്ഷയായാലും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം അതിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റുന്ന ഒരു ഘടകമായിട്ട് നമ്മൾ കാണുന്നതാണ് PYQ എന്നുള്ളത് അല്ലേ. അതായത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. എപ്പോഴും നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ചോദിക്കാൻ പണ്ടത്തെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒന്ന് വിശകലനം ചെയ്യാറുണ്ട് അല്ലെ, അനലൈസ് ചെയ്യാറുണ്ട്. ഇതിൽ നിന്ന് എന്തൊക്കെയാണ് അത് നോക്കിയാലാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇനിയും കൂടുതലായിട്ട് ഏതെല്ലാമാണ് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന്. സോ അതേപോലെ ഒരു സെഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ജാനുവരിയിൽ നടന്ന 2024 ജാനുവരിയിൽ ഇപ്പോൾ ലാസ്റ്റ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന ഫെബ്രുവരിയിൽ നടന്ന ഫയർമാൻ എക്സാമിൻ്റെയും അതുപോലെ തന്നെ ലാസ്റ്റ് നടന്ന LDC പരീക്ഷയുടെയും ഓരോ ക്വസ്റ്റ്യൻ വീതം ഈ 2 ക്വസ്റ്റ്യനെയും എടുത്തുള്ള ഒരു അനാലിസിസ്, ആ 2 ക്വസ്റ്റ്യനെയും നമ്മൾ അനലൈസ് ചെയ്യുവാണ്. ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന LDC പരീക്ഷയും അതുപോലെ തന്നെ നമ്മളുടെ കഴിഞ്ഞത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു PSC എക്സാമും, ഇത് രണ്ടും കൂടെ ഫയർമാൻ്റെ എക്സാമും, ഇത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. ഇത് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത, ഇപ്പോഴത്തെ ഒരു പാറ്റേൺ എന്താണ്, അല്ലെങ്കിൽ അവസാനം LDCയിൽ ചോദിച്ചു നിർത്തിയത് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങളിലേക്ക് ഒരു ഐഡിയ എത്തിക്കുക. അതുമാത്രമല്ല അവിടെയും ഉണ്ടാകും നമുക്ക് കുറെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം കൂടി ഒന്നുകൂടെ പുതുക്കിയെടുക്കുക, ഓർമ്മകൾ പുതുക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശവും കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നോക്കാം. ഏതൊക്കെയാണ് എക്സാംസ് എന്ന് ഓർമ്മയുണ്ടല്ലോ, അവസാനം കഴിഞ്ഞ LDCയും അതുപോലെ തന്നെ ഈ ഫെബ്രുവരിയോടുകൂടി അവസാനം ഈ പുതിയ വർഷത്തിൽ നടന്ന ഫയർമാൻ്റെ ക്വസ്റ്റ്യനും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Our teacher used to dash many interesting examples while teaching grammar. Our teacher used to dash many interesting examples. Used to എന്നുള്ള ഒരു ഓക്സിലറി വെർബ് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. അതൊരു ഹെൽപ്പിംഗ് വെർബ്, സഹായക ക്രിയയാണ് അല്ലേ. അത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യം അതിനെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. എന്താണ് ഈ തന്നിരിക്കുന്ന സെന്റൻസിന്റെ അർത്ഥം? ഞങ്ങളുടെ ടീച്ചർ എന്ത് ചെയ്യാറുണ്ട്? വൈൽ ടീച്ചിങ് ഗ്രാമർ, ഗ്രാമർ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ ഗ്രാമർ നല്ല രീതിയിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ എക്സാമ്പിൾസ് എന്ത് ചെയ്യാറുണ്ട്? ഞങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉദ്ധരിച്ചു തരാറുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഇലസ്ട്രേറ്റ് ചെയ്ത് തരാറുണ്ട് എന്നുള്ള മീനിങ് കിട്ടുന്നതിനുള്ള വേർഡ്സ് ആണ് സൈറ്റ്, CITE സൈറ്റ് ഉണ്ട്, SIGHT ഉണ്ട്, SITE ഉണ്ട്, CIGHT ഉണ്ട്. എല്ലാം വായിക്കാൻ ഒരേപോലെ ഇരിക്കും അല്ലേ. സൈറ്റ് എല്ലാം വായിക്കുന്നത് ഒന്ന് തന്നെയാണ്, പക്ഷെ ഇതിൻ്റെ എല്ലാം അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. ഓക്കെ, സോ അവർ ടീച്ചർ യൂസ്ഡ് ടു ഡാഷ്, നമ്മളെ എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് ഇലസ്ട്രേറ്റ് ചെയ്ത് തരാറുണ്ട്, നമ്മളെ എക്സാമ്പിൾസിൽ കൂടിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഉദ്ധരിക്കാറുണ്ട് എന്നുള്ളതാണ്. ഉദ്ധരിക്കുക എന്നുള്ള മീനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് CITE സൈറ്റ്. നമുക്ക് ഇവിടെ വേണ്ടത് എക്സാമ്പിളിലൂടെ നമ്മളെ ഉദ്ധരിച്ച് പഠിപ്പിക്കാറുണ്ട് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട വെർബാണ് CITE സൈറ്റ്. ഇനി SIGHT സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നമുക്കറിയാമല്ലേ, SIGHT സൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാഴ്ച എന്നാണ്. ഇനി ഒരു സൈറ്റ് കൊടുപ്പുണ്ട് SITE സൈറ്റ്. SITE സൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ സൈറ്റ് കാണാൻ പോയി, ഞാൻ ആ സൈറ്റ് വിസിറ്റ് ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം, ഒരു പ്ലേസ്, അതിനെയാണ് നമ്മൾ SITE സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം CITE സൈറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ധരിക്കുക, ഇലസ്ട്രേറ്റ് ചെയ്യുക. SIGHT സൈറ്റ് എന്ന് പറഞ്ഞാൽ കാഴ്ച. SITE സൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥലം അഥവാ പ്ലേസ്. CIGHT സൈറ്റ്
ഓക്കെ, ചുമ്മാ അതൊരു ഓപ്ഷൻ അവർ തന്നിരിക്കുവാണ്. അപ്പൊ ഇതിന്റെ ആൻസർ CITE, സൈറ്റ്. അടുത്ത ചോദ്യം, ഇമോഷണൽ സ്ട്രെസ് ഈസ് വൺ ഓഫ് ദ റീസൺസ് ഫോർ ഡാഷ് ദ ക്രൈം ഓഫ് കില്ലിംഗ് എ ന്യൂ ബോൺ ചൈൽഡ്. അപ്പം ഇമോഷണൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഇതിനുള്ള ഒരു കാരണമാണ്. എന്തിനുള്ളത്? ദ ക്രൈം ഓഫ് കില്ലിംഗ് എ ന്യൂ ബോൺ ചൈൽഡ്. ഒരു ന്യൂ ബോൺ ചൈൽഡ്, നവജാത ശിശു, ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞ്, അതിനെ കൊല്ലുക എന്നുള്ളത് അതൊരു കുറ്റമാണ് അല്ലേ? ആ ഒരു ക്രൈമിന് നമ്മൾ പറയുന്ന ഒറ്റ വാക്ക് എന്താണ്? എന്താണ്? ക്രൈം ഓഫ് കില്ലിംഗ് എ ന്യൂ ബോൺ ചൈൽഡ്. ഇങ്ങനെ കില്ലിംഗ് ഓഫ് ഫാദർ, കില്ലിംഗ് ഓഫ് മദർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിനെല്ലാം നമുക്ക് ഒറ്റ പദങ്ങളുണ്ട് അല്ലേ? അങ്ങനെ ഒരു നവജാത ശിശുവിനെ കൊല്ലുക എന്നുള്ളതിനുള്ള ഒറ്റ പദമാണ്, ഓർത്തോളുക, ഇൻഫാന്റിസൈഡ്. എന്താണ്? ഇൻഫാന്റിസൈഡ്. ഈ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും ഇൻഫാന്റ്, INFANT. ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കുഞ്ഞുവാവ, നവജാത ശിശു എന്നാണ് ഇൻഫന്റിന്റെ അർത്ഥം, ന്യൂ ബോൺ ബേബി. ആ ഇൻഫന്റ് എന്നുള്ള വാക്കിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? ഇൻഫാന്റിസൈഡ്. അപ്പം ഇൻഫാന്റ് എന്നുള്ളത് എന്താണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഓർക്കുക. അപ്പൊ ഇൻഫാന്റിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയുള്ള കുഞ്ഞുവാവകൾ, ശിശുക്കളെ, നവജാത ശിശുക്കളെ കൊല്ലുക. കില്ലിംഗ് ഓഫ്, ക്രൈം ഓഫ് കില്ലിംഗ് എ ന്യൂ ബോൺ ചൈൽഡ്, അതിന് നമ്മൾ ഇൻഫാന്റിസൈഡ് എന്നാണ് പറയുന്നത്. ഇതില് മാട്രിസൈഡ് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെ? മാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കില്ലിംഗ് ഓഫ് മദർ, മാതാവിനെ കൊല്ലുക, അമ്മയെ കൊല്ലുക എന്നുള്ളതിനാണ് നമ്മൾ മാട്രിസൈഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അച്ഛനെ, പിതാവിനെ കൊല്ലുക, കില്ലിംഗ് ഓഫ് ഫാദർ എന്തായിരിക്കും? നിങ്ങൾക്കറിയാം, പാട്രിസൈഡ്. ഓർത്തു വെക്കുക, PATRI, പാട്രിസൈഡ്. അപ്പൊ പാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് ഫാദർ ആണ്, മാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് മദർ ആണ്. ഇനി ഇവിടെ വേറൊരെണ്ണം കിടപ്പുണ്ട്, ഫിലിസൈഡ്. എന്താണ് ഫിലിസൈഡ് എന്ന് പറഞ്ഞാൽ? ഫിലിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് ഓഫ് സൺ ഓർ ഡോട്ടർ, മകനെയോ മകളെയോ കൊല്ലുക. അതിനെയാണ്, ആ ഒരു ആക്ടിനെയാണ് നമ്മൾ ഫിലിസൈഡ് എന്ന് പറയുന്നത്. സൺ ഓർ ഡോട്ടർ, മകൻ അല്ലെങ്കിൽ മകൾ, അതിന്റെ കില്ലിങ്ങിനെയാണ് നമ്മൾ ഫിലിസൈഡ് എന്ന് പറയുന്നത്. അപ്പം അച്ഛനാണെങ്കിൽ പാട്രിസൈഡ്, അമ്മയാണെങ്കിൽ മാട്രിസൈഡ്, മകനോ മകളോ ആണെങ്കിൽ ഫിലിസൈഡ്. അതൊരു ന്യൂ ബോൺ ബേബി, നവജാത ശിശുവാണെങ്കിൽ ഇൻഫാന്റിസൈഡ്. ഇനി ഇവരെല്ലാം, ഈ പറഞ്ഞിരിക്കുന്ന അച്ഛനായാലും അമ്മയായാലും മകനായാലും മകളായാലും നവജാത ശിശു ആയാലും മനുഷ്യനാണ്, നരനാണ്. ഈ നരഹത്യക്ക് പറയുന്ന പേരാണ് ജനോസൈഡ്. എന്താണ്? നരഹത്യ, അതിന് പറയുന്ന പേരാണ് ജനോസൈഡ്. അപ്പൊ ഇതിലുള്ള എല്ലാം ഓർത്തിരിക്കുക. ഇൻഫാന്റിസൈഡ് എന്ന് പറയുന്നത് ന്യൂ ബോൺ ബേബിയുടെ കില്ലിങ്, ജനോസൈഡ് എന്ന് പറഞ്ഞാൽ നരഹത്യ എന്നാണ് അർത്ഥം, ഫിലിസൈഡ് എന്ന് പറഞ്ഞാൽ സണ്ണിനെയോ ഡോട്ടറിനെയോ ഉള്ള കില്ലിങ്, മാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ മദറിനെ. അപ്പൊ അതിന്റെ കൂടെ ഓർത്തിരിക്കേണ്ടതാണ് പാട്രിസൈഡ്, ഫാദർ. അപ്പം അടുത്തത്, വാട്ട് ആർ ദ ഡാഷ് ടു ബിക്കം എ കോളേജ് പ്രിൻസിപ്പാൾ? ഒരു കോളേജ് പ്രിൻസിപ്പാൾ ആകാനുള്ള എന്താണ് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഒരു കോളേജ് പ്രിൻസിപ്പൽ ആകാനുള്ള യോഗ്യതകൾ അഥവാ മാനദണ്ഡങ്ങൾ. ഞാനിവിടെ മാനദണ്ഡങ്ങൾ എന്ന് പറയാൻ കാരണം ഇവിടെ തന്നിരിക്കുന്ന വെർബ് ആറാണ്. ആറെന്നുള്ളത് എപ്പോഴും നമ്മൾ എന്തിന്റെ കൂടെ ഉപയോഗിക്കുള്ളൂ? ആറെന്നുള്ളത് ഒരു പ്ലൂറൽ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗണും ആര് തന്നെ ആയിരിക്കണം? പ്ലൂറൽ തന്നെ ആയിരിക്കണം അല്ലെ? അപ്പം ഒരു കോളേജ് പ്രിൻസിപ്പൽ ആകാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ മാനദണ്ഡങ്ങൾ എന്നുള്ള പ്ലൂറൽ അർത്ഥം കിട്ടാനുള്ള വാർഡാണ് ഇവിടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തിരുന്നോളുക, CRITERIA, ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾ, പ്ലൂറൽ ഫോം ആണ്, ബഹുവചനമാണ്. അതിന്റെ സിംഗുലാർ, ഏകവചനം എന്ന് പറയുന്നതാണ് ക്രൈറ്റീരിയൻ, മാനദണ്ഡം. സോ ക്രൈറ്റീരിയൻ, CRITERION, ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് സിംഗുലാർ, ഏകവചനമാണ്. അതിന്റെ പ്ലൂറൽ ആണ് ക്രൈറ്റീരിയ. ഇവിടെ നമ്മൾ ക്രൈറ്റീരിയ എന്നുള്ള ബഹുവചനം ഉപയോഗിക്കാൻ കാരണം ആറെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന വെർബ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. മീരാസ് പാരന്റ്സ് ഹെൽപ്ഡ് ഹെർ ടു ഡു ഹെർ ഹോംവർക്ക്. നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ അറിയാം നമുക്ക് എഴുതേണ്ടത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഏതൊരു LDC പരീക്ഷ അല്ലെങ്കിൽ PSC പരീക്ഷ എടുത്ത് നോക്കിയാലും അതിലെല്ലാം നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും? ഒരു ക്വസ്റ്റ്യൻ ടാഗിന്റെ ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും. ഇവിടെയും മീരാസ് പാരന്റ്സ് ഹെൽപ്ഡ് ഹെർ ടു ഡു ഹെർ ഹോംവർക്ക്, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ്. ഈ സെന്റൻസിന് അനുയോജ്യമായ
എന്തുണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ ഒരു സെന്റൻസ് തന്നാൽ നമ്മൾ ആ സെന്റൻസിൽ ആദ്യം ചെയ്യേണ്ടത് 2 കാര്യങ്ങൾ അതിലുണ്ടോ എന്ന് നോക്കുവാണ്. എന്താണ് ആദ്യം നോക്കേണ്ടത്? ഈ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് അത് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, പോസിറ്റീവ് സെന്റൻസ് ആണോ നെഗറ്റീവ് സെന്റൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കൊരു 16 നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്. നോ, നോട്ട്, നൺ എന്ന് തുടങ്ങുന്ന 16 എണ്ണം ഉണ്ട് നെഗറ്റീവ് വേർഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ നെഗറ്റീവ് വേർഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർന്ന് വന്നാൽ അത് എന്ത് സെന്റൻസ് ആയി? നെഗറ്റീവ് സെന്റൻസ് ആയി. അതിൽ ഒരെണ്ണം പോലും ഇല്ലാന്നുണ്ടെങ്കിൽ അതെന്തായി? അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പം നോ, നോട്ട്, നൺ, ഹാർഡ്ലി, റെയർലി, സ്കേഴ്സ്ലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ എന്നൊക്കെ പറയുന്നത് എല്ലാം എന്താണ്? നോബഡി, നത്തിങ്, നോ വൺ. ഇതെല്ലാം നെഗറ്റീവ് വേർഡ്സ് ആണ്. 16 എണ്ണം. ഇതിൽ ഒരെണ്ണം പോലും നമുക്ക് തന്നിരിക്കുന്ന ഇതിലില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്ത് സെന്റൻസ് ആയി? ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആയി. അങ്ങനെ പോസിറ്റീവ് സെന്റൻസ് ആകണമെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിന് ആരുടെ സ്വഭാവമാണ്? നമ്മുടെ സ്വഭാവമാണ് അല്ലെ? എന്താണ്? ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എപ്പോഴും അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, ടാഗ് നെഗറ്റീവ് ആയിരിക്കും. സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഈ തന്നിരിക്കുന്നതിൽ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ലാത്തത് കാരണം ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ടാഗ് ആരായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ആദ്യത്തെ കാര്യം ഓക്കെ. ഇനി നെഗറ്റീവ് ടാഗ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നോട്ടിന്റെ ഷോർട്ട് ഫോം ആയ ഇന്റ് ചേർക്കണം എന്നും നമുക്കറിയാം. ഇനി 2 കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു. ആദ്യത്തെ കാര്യം ഓക്കെ ആയി. രണ്ടാമത്തെ എന്തായിരുന്നു നോക്കേണ്ടത്? ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ നമുക്ക് കാണുന്ന രീതിയിൽ നമ്മൾ മൊത്തം 24 എണ്ണമാണ് ഓക്സിലറി വെർബ്, സഹായക ക്രിയകൾ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാണ്ടറിയാം. ഈസ്, ആർ, ആം, വാസ്, വെയർ എന്നുള്ള ഓക്സിലറി വെർബ് നിങ്ങൾക്ക് കാണാതറിയാം. 24 എണ്ണം. ഈ 24 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ടോ എന്നാണ് നമ്മൾ രണ്ടാമത് നോക്കേണ്ടത്. നിങ്ങൾ നോക്കുമ്പോൾ ഏതെങ്കിലും കിടപ്പുണ്ടോ? കിടപ്പുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഓക്സിലറി വെർബ് ഏതാണോ അതിനെ വെച്ച് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാം. കിടപ്പില്ല, നമ്മൾക്ക് കാണുന്ന രീതിയിൽ 24 എണ്ണത്തിൽ ഒരെണ്ണം പോലും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പഠിച്ചിട്ടുള്ളത്? നമ്മൾ എടുക്കേണ്ടത് ഡു, ഡസ്, ഡിഡ്. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തെ ചേർത്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കേണ്ടത്. നോക്കിക്കേ, മീരാസ് പാരന്റ്സ് ഹെൽപ്ഡ് ഹർ ടു ഡു ഹെർ ഹോംവർക്ക്. ഇതില് എന്താണ്? ഈ ഡു നോക്കരുത്. ഈ ഡു എന്നുള്ളത് എന്താണ്? ചെയ്യുക എന്നുള്ള അർത്ഥമാണ്, ഓക്സിലറി അല്ല. സോ ഇവിടെ നമ്മൾക്ക് കാണുന്ന രീതിയിൽ ഒരു ഓക്സിലറി വെർബ് പോലും ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡു, ഡസ്, ഡിഡ് ഇവയിൽ 3-ൽ ഏതെങ്കിലും ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ പ്രധാന ക്രിയ ഏതാണ്? ഇവിടുത്തെ പ്രധാന ക്രിയ ഏതാണ്? ഹെൽപ്ഡ് എന്നുള്ളതാണ്. ലാസ്റ്റ് ഇ ഡി ചേർന്ന് വന്നാൽ അത് എന്ത് ടെൻസ് ആണെന്ന് നമുക്കറിയാം? പാസ്റ്റ് ടെൻസ് ആണ്. അവസാനം എസ് ചേർന്ന് വന്നാൽ അവിടെ ആരുണ്ട്? ഡസ് ഉണ്ട്. എസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡു ഉപയോഗിക്കണം. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ആര് ഉപയോഗിക്കണം? ഡിഡ് ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ഡിഡിന്റെ കൂടെ നമ്മൾ ഉണ്ടാക്കേണ്ട ടാഗ് നെഗറ്റീവ് ആയിരുന്നു. ഡിഡിന്റെ കൂടെ ഇൻറ്റ് ചേർക്കണം. അപ്പൊ ഡിഡിൻറ്റ്. ഇനി മീരാസ് പാരന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മീരയുടെ പാരന്റ്സ്, മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ പ്ലൂറൽ. അപ്പൊ അവർക്ക് പകരം ഉപയോഗിക്കേണ്ട പ്രൊനൗൺ ഏതാണ്? ദേ. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ഡിഡിൻറ്റ്, ദേ. ക്ലിയർ? സോ അടുത്തതിലേക്ക് പോകാം. അരുൺ ഡാഷ്ഡ് ഹിസ് ഗ്രാൻഡ് പാരന്റ്സ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച അരുൺ എന്ത് ചെയ്തു? അവന്റെ ഗ്രാൻഡ് പേരൻസിനെ ഒന്നെങ്കിൽ നമുക്ക് പറയാം വിളിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ്? കണ്ടു എന്ന് പറയാം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കുമല്ലോ നടക്കുന്നത്. സോ ഇവിടുത്തെ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് വരും? അരുൺ അവന്റെ പേരൻസിനെ കണ്ടു, വിസിറ്റ് ചെയ്തു, സന്ദർശിച്ചു എന്നാണ് പറയേണ്ടത്. അങ്ങനെ സന്ദർശിച്ചു അല്ലെങ്കിൽ വിസിറ്റ് ചെയ്തു എന്ന് പറയാൻ ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ കിടപ്പുണ്ട്. ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞത് കാരണം പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ടാണ് എല്ലായിടത്തും കോൾഡ്, കോൾഡ്, കോൾഡ് എന്ന് കിടത്തിരിക്കുന്നത്. ഈ CALLED കോൾഡ് കാണുമ്പോൾ ഓർത്തോളുക, വിളിച്ചു എന്നുള്ള മീനിങ് അല്ല വരുന്നത്. അതിന്റെ കൂടെ പ്രിപ്പോസിഷൻ വരുമ്പോൾ വിസിറ്റ് ചെയ്തു, കണ്ടു എന്നുള്ള മീനിങ് ആണ് കിട്ടേണ്ടത്. അങ്ങനെ കണ്ടു അല്ലെങ്കിൽ സന്ദർശിച്ചു, വിസിറ്റ് ചെയ്തു എന്നുള്ള മീനിങ് കിട്ടാൻ നമുക്ക് ഇവിടെ 2 ഫ്രേസൽ വെർബ് കിടപ്പുണ്ട്. കോൾഡ് അറ്റും കിടപ്പുണ്ട്, കോൾഡ് ഓണും കിടപ്പുണ്ട്. 2 എണ്ണം കിടപ്പുണ്ട്. ഇതിലേത് ഉപയോഗിക്കണം? ഇതിന്റെ 2ന്റെ അർത്ഥം എന്താണ്? വിസിറ്റ് ചെയ്തു എന്നുള്ളതാണ്. വിസിറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയെ ആണെങ്കിൽ, ഒരു പേഴ്സണെ ആണെങ്കിൽ എപ്പോഴും ഓർക്കുക അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ
കോൾ ഓൺ ആണ്. എന്താണ്? വിസിറ്റ് ചെയ്യുന്നത് ഒരു പേഴ്സണെ അഥവാ വ്യക്തിയെയാണെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ എന്തായിരിക്കണം? കോൾ ഓൺ എന്നുള്ളതായിരിക്കണം. അതേ സമയത്ത് നമ്മൾ സന്ദർശിക്കുന്നത്, വിസിറ്റ് ചെയ്യുന്നത് ഒരു സ്ഥലമാണെങ്കിൽ, ഒരു പ്ലേസ് ആണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ അറ്റ് ആയിരിക്കണം. അപ്പൊ കോൾഡ് ഓൺ എന്ന് പറഞ്ഞാലും കോൾഡ് അറ്റ് എന്ന് പറഞ്ഞാലും രണ്ടിന്റെയും മീനിങ് എന്താണ്? വിസിറ്റ് ചെയ്യുക, സന്ദർശിക്കുക എന്നാണ്. കോൾഡ് ഓൺ എന്ന് ഉപയോഗിക്കുമ്പോൾ അവിടെ ആരെയായിരിക്കണം സന്ദർശിച്ചിരിക്കുന്നത്? ഒരു വ്യക്തിയെ ആയിരിക്കണം. അതേസമയത്ത് കോൾഡ് അറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആരെയായിരിക്കണം സന്ദർശിച്ചിരിക്കുന്നത്? ഒരു സ്ഥലമായിരിക്കണം. അപ്പൊ കോൾഡ് ഓൺ, കോൾഡ് അറ്റ് മറക്കരുത്, ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഫ്രേസൽ വെർബ്സ് ആണ് കോൾഡ് ഓണും കോൾഡ് അറ്റും. ഇവിടെ കോൾഡ് എന്ന് ഉപയോഗിക്കാൻ കാരണം കോൾ അറ്റും കോൾ ഓണുമാണ്. ലാസ്റ്റ് വീക്ക് പാസ്റ്റ് ടെൻസ് ആയത് കാരണം മാത്രമാണ് എന്ത് ചെയ്തത്? നമ്മൾ കോൾഡ് എന്ന് ചേർത്തത്. അപ്പൊ ഇവിടെ ഏത് വേണം? അരുൺ അവന്റെ ഗ്രാൻഡ് പേരൻസ് വ്യക്തികളെയാണല്ലേ വിസിറ്റ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് കോൾഡ് അറ്റ് വേണ്ട. ഏതാണ് നമ്മളുടെ ആൻസർ? കോൾഡ് ഓൺ. ഇനി രണ്ടെണ്ണം കൂടെ കിടപ്പുണ്ട് ഇവിടെ, കോൾഡ് ഔട്ടും കോൾഡ് ഓഫും. കോൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിച്ചു പറയുക, അതിനെയാണ് കോൾഡ് ഔട്ട് എന്ന് പറയുന്നത്, ഉറക്കെ വിളിച്ചു പറയുക. കോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ പിൻവലിക്കുക, അതിനെയാണ് നമ്മൾ കോൾഡ് ഓഫ് എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാത്തിന്റെയും മീനിങ് ആയല്ലോ. കോൾഡ് അറ്റ് എന്ന് പറഞ്ഞാലും കോൾഡ് ഓൺ എന്ന് പറഞ്ഞാലും സന്ദർശിക്കുക. കോൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഉറക്കെ വിളിച്ചു പറയുക. കോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ പിൻവലിക്കുക. ഓക്കെ, അടുത്തത് വൈൽ ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ് ഐ ഡാഷ് മൈ ഫ്രണ്ട്. ഞാൻ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ, രണ്ടും പാസ്റ്റിലെ കാര്യമാണല്ലേ. ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിൽ കൂടി പോയിക്കൊണ്ടിരുന്നപ്പോൾ. അപ്പൊ പാസ്റ്റില് ഒരു കാര്യം സംഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിന്റെ ഇടയിൽ ഒരു കാര്യം സംഭവിച്ചു. എന്ത് സംഭവിച്ചു? ഞാനിങ്ങനെ മാർക്കറ്റിൽ കൂടി പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഞാൻ ആരെ കണ്ടു? എന്റെ ഫ്രണ്ടിനെ കണ്ടു അല്ലേ. നമ്മൾ ടെൻസ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്, പാസ്റ്റില് ഒരു കാര്യം, ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം സംഭവിച്ചാൽ ആ നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നു. വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതിന്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചു? മറ്റൊരു കാര്യം സംഭവിച്ചു. അങ്ങനെ സംഭവിക്കുന്ന ആ ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് അഥവാ V2 ഉപയോഗിച്ചാൽ മതി. ഓക്കെ, പാസ്റ്റിൽ ഒരു പ്രവൃത്തി തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ ഇടയിൽ മറ്റൊരു കാര്യം സംഭവിച്ചാൽ ആ സംഭവിച്ച കാര്യത്തിനെ സൂചിപ്പിക്കാൻ സിമ്പിൾ പാസ്റ്റ് അഥവാ V2വും, നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വാസ് ഗോയിങ്. അപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് കണ്ടിന്യൂസ് ആണ്. അതിന്റെ ഇടയ്ക്ക് സംഭവിച്ചതാണ് എന്ത്? എന്റെ സുഹൃത്തിനെ കണ്ടു എന്നുള്ളത് അല്ലേ. അപ്പൊ അവിടെ നമ്മൾ ഏത് ഉപയോഗിച്ചാൽ മതി? സിമ്പിൾ പാസ്റ്റ് അഥവാ V2 ഉപയോഗിച്ചാൽ മതി. ഇവിടെ അപ്പൊ ഏത് മതി? മെറ്റ് മതി. സോ ഐ മെറ്റ് മൈ ഫ്രണ്ട്. ഓക്കെ, അടുത്തത് ഐഡന്റിഫൈ ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ്. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്നുള്ള സെക്ഷനാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. നമുക്കൊരു സെന്റൻസ് തന്നിട്ടുണ്ട്, ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ് എന്നൊരു സെന്റൻസ് തന്നിട്ടുണ്ട് ആണല്ലോ. ഇത് ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ആണ്. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? പാസീവ് വോയിസിലേക്ക് മാറ്റണം. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ, ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് ആക്റ്റീവ് വോയിസിൽ തന്നിരിക്കുന്ന സെന്റൻസിൽ ഒരു ആരുണ്ടാകും, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാകും അല്ലെ. ഈ ഒബ്ജക്റ്റിനെ പിടിച്ച് ആരാക്കി മാറ്റണം? ഈ ഒബ്ജക്റ്റിനെ പിടിച്ച് നമ്മൾ പാസീവ് വോയിസിന്റെ സബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് കൊണ്ട് ഇരുത്തണം. അപ്പം ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആക്റ്റീവ് വോയിസിലുള്ള ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എവിടെ കൊണ്ടിരുത്തണം? പാസീവ് വോയിസിന്റെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് കൊണ്ടിരുത്തണം. അങ്ങനെയാണെങ്കിൽ ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ്, അവള് മാത്തമാറ്റിക്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്? മാത്തമാറ്റിക്സ്. അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റ് എവിടെയാണ്? ഏതാണ്? മാത്തമാറ്റിക്സ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. അപ്പൊ മാത്തമാറ്റിക്സിനെ പിടിച്ച് നമ്മൾ ആരാക്കി മാറ്റി? പാസീവ് വോയിസിന്റെ സബ്ജക്റ്റ് ആക്കി മാറ്റി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് വളരെ എളുപ്പമാവും. ആദ്യത്തെ കാര്യം ഇപ്പൊ നിങ്ങൾ പഠിച്ചു, ഒബ്ജക്റ്റിനെ പിടിച്ച് സബ്ജക്റ്റ് ആക്കി. അടുത്തത് ഓർത്തിരിക്കേണ്ടത്
പാസീവ് വോയിസ് എവിടെ എഴുതിയാലും അവിടെ നമ്മൾ വെർബിന്റെ തേർഡ് ഫോമായ V3 മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. വളരെ ഇമ്പോർട്ടൻറ്റ്, ഓർത്തിരുന്നോളുക. ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുമ്പോൾ അവിടെ നമ്മൾ വെർബിന്റെ മൂന്നാമത്തെ ഫോമായ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3 മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. അങ്ങനെ V3 ഉപയോഗിക്കുമ്പോൾ അതിന്റെ മുൻപിലായിട്ട് ഒരു ഓക്സിലറി വെർബ്, സഹായക ക്രിയ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. മനസ്സിലായോ പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു രണ്ട് കാര്യങ്ങൾ? ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുന്നു. അങ്ങനെ മാറ്റുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? ആക്റ്റീവിന്റെ ഒബ്ജക്റ്റിനെ പിടിച്ച് പാസീവിന്റെ സബ്ജക്റ്റ് ആക്കുന്നു. അത് കഴിഞ്ഞു. അടുത്തത് ഓർത്തിരിക്കേണ്ട കാര്യം, പാസീവ് വോയിസിൽ എപ്പോഴും ഏത് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ? വെർബിന്റെ V3 മാത്രമേ ഉപയോഗിക്കാമുള്ളൂ. അങ്ങനെ V3 ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ മുൻപിൽ ആരുണ്ടാകണം? ഒരു സഹായക ക്രിയ, ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈസ് ടീച്ചിങ് എന്നുള്ളതാണ് ഇവിടെ കിടക്കുന്ന വെർബ് അല്ലേ? അപ്പം ടീച്ചിങ് എന്നുള്ളതാണ് പ്രധാന ക്രിയ. അതിനെ നമ്മൾ ആരാക്കി മാറ്റണം? അതിന്റെ V3 ആയ ടോട്ടാക്കി മാറ്റണം. സോ ടോട്ടാക്കി മാറ്റി. അതിന്റെ മുൻപിൽ ആരുണ്ടാകണം എന്നറിയാം നമുക്ക്? ഒരു ഓക്സിലറി ഉണ്ടാകണം. ഇവിടെ ഈസ് ഉള്ളത് കാരണം ഈസിനെ നമ്മൾ അങ്ങനെ തന്നെ കൊണ്ടുവന്നു. കാരണം മാത്തമാറ്റിക്സ് സിംഗുലാർ ആണ്. അപ്പൊ മാത്തമാറ്റിക്സ് ഈസ്. ഇനി എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു അടുത്ത കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിൽ ഒരു ING ഫോം ഉണ്ടെങ്കിൽ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാം V3 എന്തായാലും വേണം. INGയെ കാണിക്കാൻ എപ്പോഴും ആരെ ചേർക്കണം? ബീയിങ് എന്ന് ചേർക്കണം. അപ്പം എവിടെ ING ഉള്ള ഒരു ആക്റ്റീവ് വോയിസ് ആണ് തരുന്നതെങ്കിലും അതിനെ പാസീവിലേക്ക് മാറ്റുമ്പോൾ അവിടെ ഒരു ബീയിങ് ഉണ്ടായിരിക്കണം. ഇവിടെ കണ്ടില്ലേ, എല്ലാ ഓപ്ഷനിലും ആദ്യത്തെ രണ്ട് ഓപ്ഷനിലും ആരുണ്ട്? ബീയിങ് ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ ബീയിങ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷനെ കട്ട് ചെയ്തോ, വേറൊന്നും നോക്കണ്ട. കാരണം തീർച്ചയായിട്ടും ആക്റ്റീവിൽ ING ഉണ്ടെങ്കിൽ പാസീവിൽ ബീയിങ് ഉണ്ടായിരിക്കും. മറക്കരുത്, അത് മനസ്സിലേക്ക് കുറിച്ചു വെച്ചോളുക. ആക്റ്റീവിൽ ING ഫോം ഓഫ് ദി വെർബ് ഉണ്ടെങ്കിൽ പാസീവിൽ അത് ആരാകും? ബീയിങ് ആയിട്ട് മാറും. അപ്പൊ ബീയിങ് ഇല്ലാത്തത് കൊണ്ട് ഈ ഓപ്ഷനും നമ്മൾ കട്ട് ചെയ്തു. ഇനിയുള്ളത് ഇവിടെ രണ്ടിടത്തുമാണ് ബീയിങ്. സോ നമ്മൾ ആദ്യം മാത്തമാറ്റിക്സിനെ കൊണ്ടുവന്നു. മാത്തമാറ്റിക്സ് സിംഗുലാർ ആയത് കാരണം നമ്മൾ ആരെ തന്നെ ഉപയോഗിച്ചാൽ മതി? ഈസ് തന്നെ മതി. ഇവിടെ ആർ ഉപയോഗിച്ചു, അതുകൊണ്ട് അവനെ നമ്മൾ കളഞ്ഞു. പിന്നെ എന്ത് മതി? മാത്തമാറ്റിക്സ് ഈസ്, ബീയിങ് ചേർത്തു, ടീച്ചിന്റെ V3 ആയ ടോട്ട് എടുത്തു, ബൈ ഹെർ. മാത്തമാറ്റിക്സ് ഈസ് ബീയിങ് ടോട്ട് ബൈ ഹെർ. ഓക്കെ, അടുത്തത് read the sentence below to find out whether there is any grammatical error in it. ഒരു സെന്റൻസിനെ നമ്മൾ നാലായിട്ട് മുറിച്ചിട്ട് ഓരോ ഓപ്ഷൻ ആയിട്ട് തന്നു. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെ അങ്ങോട്ട് കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. The error if any, തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ will be in one part of the sentence. അത് ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും തെറ്റ് കിടക്കുന്നത്. If there is no error, ഇനി തെറ്റൊന്നുമില്ല, സെന്റൻസ് ഫുള്ള് ശരിയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ നാലാമത്തെ ഓപ്ഷനായ നോ എറർ ആയിരിക്കും. ഓക്കെ, സോ എന്താണ്? ഒരു സെന്റൻസിനെ നമ്മൾ 3 കഷ്ണമായിട്ട് മുറിച്ച് 3 ബോക്സിന്റെ അകത്ത് കൊണ്ട് ഇട്ടു. എന്നിട്ട് നോക്കണം, കൂട്ടി വായിച്ചു നോക്കണം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ. തെറ്റൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നോ എറർ, തെറ്റില്ല എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആൻസർ. നോക്കാം നമുക്ക്. നോ സൂണർ ഹാഡ് ഹിസ് ഫാദർ കം ഹോം ദെൻ ഹി സ്റ്റാർട്ടഡ് റീഡിങ്. കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാലേ, നിങ്ങൾക്ക് ഇതെല്ലാം നന്നായിട്ട് അറിയാവുന്ന. നോ സൂണറിന് ശേഷം എപ്പോഴും ആരെ ഉപയോഗിക്കണം? ദാൻ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ആരെയാ കൊടുത്തിരിക്കുന്നത്? ഇവിടെ അവര് ദെൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നോ സൂണറിന് ശേഷം തീർച്ചയായിട്ടും ആരുണ്ടാകണം? ദാൻ ഉണ്ടാകണം. ഇവിടെ ദാനിന്റെ സ്പെല്ലിംഗ് മാറ്റിയവര് ദെൻ എന്ന് കൊടുത്തു. അത് കാരണം നമ്മുടെ തെറ്റുള്ള ഭാഗം ഇതാണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പൊ നോ സൂണറിന് ശേഷം ആരാണ്? ദാൻ വേണം. ഹാർഡ്ലിയോ സ്കേഴ്സ്ലിയോ ആണ് വരണതെങ്കിൽ അതിനുശേഷം വെൻ വേണം. ഹാർഡ്ലി വെൻ, സ്കേഴ്സ്ലി വെൻ. നോ സൂണർ ആണെങ്കിൽ ദാൻ. ഓർത്ത് വെച്ചോളുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര വലുതാണ്, നോക്കുക. ഇൻ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ, താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ there is a sentence of which, ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. some parts have been jumbled up, ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ആ സെന്റൻസിന്റെ ഭാഗങ്ങൾ എന്ത് ചെയ്താണ്? ജംബിൾ ചെയ്ത് തന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ
കുറെ വേർഡ്സിന്റെ കൂട്ടമാണല്ലേ ഒരു സെന്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഏതെങ്കിലുമൊക്കെ കുറെ വാക്കുകളെ പെറുക്കി വെച്ചാൽ അതൊരു സെന്റൻസ് ആകുമോ? ഇല്ല. പിന്നെ എന്ത് വേണം? ആ വാക്കുകളെ പെറുക്കി വെക്കണം. എങ്ങനെ? കറക്റ്റ് ആയിട്ടുള്ള ഒരു അർത്ഥം, മീനിങ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ വാക്കുകളെ അറേഞ്ച് ചെയ്ത് വെക്കാൻ. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴേ അത് ആരായി മാറുള്ളൂ? സെന്റൻസ് ആയി മാറുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സെന്റൻസിലുള്ള കുറെ വാക്കുകളെ ഒരു ഓർഡറും ഇല്ലാണ്ട് വെറുതെ ഇങ്ങോട്ട് ഷഫിൾ ചെയ്ത് വാരി വെതറി ഇട്ടേക്കുവാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ പെറുക്കിയെടുത്ത് കറക്റ്റുള്ള ഓർഡറിൽ വെച്ച് അതിനെ ഒരു ഒറിജിനൽ സെന്റൻസ് ആക്കി മാറ്റണം. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓരോന്നിനും ലേബൽ കൊടുത്തിട്ടുണ്ട്, P, Q, R and S. എന്നിട്ട് നിങ്ങൾ അതിനെ എടുത്ത് എന്ത് ചെയ്യണം? ഒറിജിനൽ ഓർഡറിലാക്കി മാറ്റണം. ഓക്കെ, നോക്കിക്കേ. P പറഞ്ഞിരിക്കുന്നത് ബിക്കോസ് ദേ ഹാഡ് സോ ലിറ്റിൽ. ബിക്കോസ് ദേ ഹാഡ് സോ ലിറ്റിൽ. ഇതിൽ നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ആദ്യത്തെ ഭാഗം ഏതാന്ന് ഓർത്തിരിക്കുക. ഈ ബിക്കോസോ ആൻഡോ ബട്ടോ ഒക്കെ വന്ന് ഒരിക്കലും ഒരു സെന്റൻസ് ഒരിക്കലും ആരംഭിക്കില്ല. ഏതെങ്കിലും ഒരു സെന്റൻസ് നിങ്ങൾ ആരംഭിച്ചു കേട്ടിട്ടുണ്ടോ? ബിക്കോസ് വെച്ചോ, ആൻഡ് വെച്ചോ, ബട്ട് വെച്ചോ? വളരെ അപൂർവമാണ്, ഇല്ലാന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ P എന്ന് പറയുന്നത് ഒരിക്കലും ഒന്നാമത്തെ ഭാഗമാകില്ല. ഇനി തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ, 1000 വർഷങ്ങൾക്ക് മുൻപ്. നമ്മൾ പണ്ട് അമ്മമ്മമാരുടെ അപ്പൂപ്പന്മാരുടെ ഒക്കെ കയ്യിൽ നിന്ന് കഥ കേൾക്കുമ്പോ എന്താ? പണ്ട് 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 100 വർഷങ്ങൾക്ക് മുൻപ് ഒരു രാജാവും രാജ്ഞിയും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെയാണ് കഥകളെല്ലാം വരുന്നത് അല്ലെ? അപ്പം ഇവനാവാനുള്ള സാധ്യതയുണ്ടല്ലോ. എന്താണ്? തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അഗോ, 1000 വർഷങ്ങൾക്ക് മുൻപ്. മനസ്സിൽ വെച്ചോ, നമുക്ക് നോക്കാം. അവർ ആൻസിസ്റ്റേഴ്സ്, ആൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പൂർവികന്മാർ, ഹാഡ് ടു സേവ് ആൻഡ് സ്റ്റോർ. എന്ത് ചെയ്തിരുന്നു? സേവ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്ത്? വാട്ടെവർ ദേ കുഡ് സേവ്. എന്താണ്? വാട്ടെവർ ദേ കുഡ് സേവ്. ഒരിക്കലും ഒരു സെന്റൻസ് ഒരിക്കലും വാട്ടെവർ കൊണ്ടും ആരംഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ ആകില്ല, ഇതും ആദ്യത്തെ ആകില്ല. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ആകാൻ സാധ്യത ഉണ്ട്. സോ നമുക്ക് നോക്കാം, ഇത് വെച്ച് നോക്കാം. നമുക്ക് വളരെ പണ്ട് 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 തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എന്ത് ചെയ്തിരുന്നു? അവർ ആൻസിസ്റ്റേഴ്സ്. സോ ക്യൂവിനെ നമ്മൾ ആദ്യം കൊടുത്തു. ഇനി R കൊടുത്തു. അവർ ആൻസിസ്റ്റേഴ്സ് എന്ത് ചെയ്തിരുന്നു? ഹാഡ് ടു സേവ് ആൻഡ് സ്റ്റോർ. സൂക്ഷിച്ചു വെക്കുകയും സേവ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്ത്? വാട്ടെവർ ദേ കുഡ് സേവ്. അവർക്ക് എന്തൊക്കെ സേവ് ചെയ്യാൻ സാധിക്കുമായിരുന്നോ അതവർ സേവ് ചെയ്ത് വെച്ചിരുന്നു. ബിക്കോസ് ദേ ഹാഡ് സോ ലിറ്റിൽ. കാരണം അവർക്ക് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉള്ളത് അവരെന്ത് ചെയ്തിരുന്നു? സേവ് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ നമുക്ക് ലാസ്റ്റ് P. ഇനി ഒന്ന് കൂട്ടി വായിച്ചേ. Q ആദ്യം. Thousands of years ago, our ancestors had to save and store whatever they could save because they had so little. QRSP. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. QRSP. തീർച്ചയായിട്ടും നമുക്കറിയാം Q വരുമെന്നറിയാം. ഇനി QPRS വരുമെന്ന് നോക്കിക്കേ. Thousands of years ago, Q. അതത് P. Because they had so little. അർത്ഥം കിട്ടുന്നില്ല അല്ലെ? വെറുതെ പെറുക്കി വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? അർത്ഥം കിട്ടുന്നില്ല. സോ അർത്ഥം കിട്ടുന്ന രീതിയിലാക്കണമെങ്കിൽ എന്ത് വേണം? QRSP. അടുത്തത് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്, LDCയുടെ. ദ ഇഡിയം എ റെഡ് ലെറ്റർ ഡേ മീൻസ്. എ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എ ഹാപ്പി ഡേ, സന്തോഷമുള്ള ദിവസം. വളരെ സന്തോഷമുള്ള ഒരു ദിവസത്തിനാണ് നമ്മൾ എ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. സോ എ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എ ഹാപ്പി ഡേ. അടുത്തത് എവ്രി വൺ ഓഫ് ദ പ്ലേയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി. എവരി വൺ ഓഫ് ദ പ്ലേയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി. ഓർത്തിരിക്കേണ്ട കാര്യം, എവരി വൺ ഓഫിന് ശേഷം, എവരി വൺ ഓഫ് വെച്ചാണ് ഒരു സെന്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ എവരി വൺ ഓഫിന് ശേഷം എപ്പോഴും ഉപയോഗിക്കേണ്ട നൗൺ എന്ന് പറയുന്നത് അതിന്റെ പ്ലൂറൽ, ബഹുവചനത്തിലായിരിക്കണം. ഓക്കെ, എവരി വൺ ഓഫിന് ശേഷം ഉപയോഗിക്കേണ്ട നൗൺ ഏതായിരിക്കണം? അതിന്റെ പ്ലൂറൽ ഫോമിലായിരിക്കണം. പക്ഷേ അത് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് ഏത് ഫോമിലായിരിക്കണം? വെർബ് എപ്പോഴും അതിന്റെ സിംഗുലാർ ഫോമിൽ, ഏകവചനത്തിലായിരിക്കണം. ഓർത്തിരിക്കുക, വൺ ഓഫിന് പറയുന്ന അതേ റൂള് തന്നെയാണ് എവരി വൺ ഓഫിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എവരി വൺ ഓഫിന് ശേഷം ഉപയോഗിക്കേണ്ട നൗൺ എന്തായിരിക്കണം? നാമം എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം, ബഹുവചനമായിരിക്കണം. പക്ഷെ അതിനുശേഷം ഉപയോഗിക്കേണ്ട വെർബ്, ക്രിയ, പ്രവൃത്തി എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. അങ്ങനെ സിംഗുലാർ ആകണമെങ്കിൽ നമുക്കിവിടെ ഹാവ് പ്ലൂറൽ ആണ് നമ്മൾ അതിനെ
കട്ട് ചെയ്ത് മാറ്റി. വേറെ പ്ലൂറൽ ആണ്, അതും വേണ്ട. ഇനി നമുക്ക് ഉപയോഗിക്കാവുന്നത് ഹാസ് ഉണ്ട്, വാസ് ഉണ്ട്. എവരി വൺ ഓഫ് ദ പ്ലേയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി. എന്തായിരിക്കും? വാസ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി അല്ലേ? വിളിച്ചിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട്, എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. സോ വാസ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി. ഓക്കെ, അടുത്തത് വിച്ച് വേർഡ് ഈസ് മിസ്പെൽഡ്. 4 വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിൽ സ്പെല്ലിംഗ് തെറ്റിച്ചെഴുതിയിരിക്കുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ആദ്യത്തെ വേർഡ് ആർക്കിടൈപ്പ്, ARCHETYPE, ആർക്കിടൈപ്പ്. ഇതിന്റെ സ്പെല്ലിംഗ് ശരിയാണ്. ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ ആദ്യ രൂപം, മൂലരൂപം, ആദ്യത്തെ രൂപം, അതിനെയാണ് നമ്മൾ ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. ആദ്യ രൂപം അല്ലെങ്കിൽ മൂലരൂപം എന്ന് പറയുന്നു, അതിനെയാണ് നമ്മൾ ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. സോ അതിന്റെ സ്പെല്ലിങ്ങിന് യാതൊരു പ്രശ്നവും ഇല്ല, അത് ശരിയാണ്. ദെൻ അടുത്ത വേർഡാണ് സബ്ജുഗേഷൻ, SUBJUGATION, സബ്ജുഗേഷൻ. സബ്ജുഗേഷൻ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തൽ എന്നാണ് അർത്ഥം. കീഴ്പ്പെടുത്തൽ. അവിടെയും സ്പെല്ലിങ്ങിന് ഒരു തെറ്റുമില്ല. ഓർത്തിരുന്നോളുക, ഈ സ്പെല്ലിംഗ് എല്ലാം പഠിച്ചോളുക, അർത്ഥവും പഠിച്ചോളുക. സബ്ജുഗേഷൻ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തൽ എന്നാണ് അർത്ഥം. അടുത്തൊരു വേർഡിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് പ്രോസ്ട്രേഷൻ, PROSTRATION, പ്രോസ്ട്രേഷൻ. പ്രോസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രണാമം എന്നാണ്. പ്രണാമം. പ്രോസ്ട്രേഷന്റെ അർത്ഥം എന്താണ്? പ്രണാമം എന്നാണ്. അതിന്റെ സ്പെല്ലിങ്ങിന് തെറ്റില്ല. പിന്നെ ആരായിരിക്കും? പ്രോമിസ്ക്യൂസ്. പ്രോമിസ്ക്യൂസ് എന്ന് പറഞ്ഞാൽ സ്ഥാനം തെറ്റിയുള്ള, ക്രമം തെറ്റിയുള്ള, അതിനെയാണ് നമ്മൾ പ്രോമിസ്ക്യൂസ് എന്ന് പറയുന്നത്. PROMI ആണ് ഇവിടെ വേണ്ടത്, E അല്ല. സോ ഏതാണ് നമ്മളുടെ ആൻസർ? പ്രോമിസ്ക്യൂസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അതിന്റെ സ്പെല്ലിംഗ് ആണ് ഇവിടെ തെറ്റിച്ചു കൊടുത്തിരിക്കുന്നത്. PROMISCUOUS. ഇവരവിടെ കൊടുത്തിരിക്കുന്നത് E ആണ്. അതിന്റെ അർത്ഥം എന്താണ്? നിര തെറ്റിയുള്ള, സ്ഥാനം തെറ്റിയുള്ള. ഓക്കെ, അടുത്തത് അനിത റയർലി ആൻസേഴ്സ്. അനിത റയർലി ആൻസേഴ്സ്. എഗെയിൻ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താന്ന് പറഞ്ഞു? ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കണം. ഇവിടെ നോക്കിക്കേ, ഇവിടെ റയർലി എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. ഈ റയർലി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള 16 നെഗറ്റീവ് വേർഡ്സിൽ ഒരെണ്ണമാണ്. എന്ന് പറഞ്ഞാൽ റയർലി എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവ് വേർഡ് ആണ്. ആ വേർഡ് വന്നതുകൊണ്ട് നമ്മളുടെ ഈ സെന്റൻസും എന്തായി? നെഗറ്റീവ് സെന്റൻസ് ആയി. അതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ടാഗ് എന്ന് പറഞ്ഞാൽ N' ചേർക്കണ്ട എന്നർത്ഥം. സോ പോസിറ്റീവ് ടാഗ് ആയിരിക്കണം. അടുത്തത് നോക്കേണ്ടത് ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ നമ്മൾക്ക് കാണുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള 24 ഓക്സിലറി വെർബിൽ ഏതെങ്കിലും ഒരെണ്ണം കിടപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഉണ്ടോ? ഇല്ല, ഒരെണ്ണം പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ പ്രധാന ക്രിയ ഏതാണ്? പ്രധാന ക്രിയ ഏതാണ്? ആൻസേഴ്സ്. അവസാനം എസ് വന്നാൽ ആരെ ചേർക്കണമെന്നറിയാം? ഡസ് ചേർക്കണം. ഡസിന്റെ വേണോ? വേണ്ട, നമ്മുടെ ടാഗ് പോസിറ്റീവ്. ഡസ്. അനിതയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പ്രൊനൗൺ ഷീ. അപ്പൊ നമ്മുടെ ആൻസർ ഡസ് ഷീ. ഓക്കെ, അടുത്തത് ഇഫ് ഇറ്റ് ഡാഷ് ദ പ്രോജക്ട് ഹെഡ് ഐ കുഡ് ഹാവ് മെയ്ഡ് യു ആസ് മൈ സെക്രട്ടറി. ഇഫ് എന്ന് പറയുന്ന ക്ലോസിന്റെ യൂസേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നത് കൊണ്ടാണ്, മനസ്സിലാകാനായിട്ട് നിങ്ങൾക്ക് അത് നോട്ടായിട്ട് തന്നിരിക്കുന്നു. ഓർത്ത് നോക്കിക്കേ, 2 ക്ലോസ് ഉണ്ടാകും. അതിലൊരെണ്ണം ഇഫ് ക്ലോസും ഒരെണ്ണം പ്രധാന ക്ലോസും ആയിരിക്കും. ഇഫ് ചേർന്ന് വരുന്ന ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം അഥവാ V1 ആണെങ്കിൽ, പ്രസന്റ് ഫോം ആണെങ്കിൽ, പ്രസന്റ് ടെൻസ് ആണെങ്കിൽ എന്താണ്? ഇഫ് ചേർന്ന് വരുന്ന ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് V1 ആണെങ്കിൽ, മെയിൻ ക്ലോസ് അത് കഴിഞ്ഞു വരുന്ന ഭാഗത്ത് വില്ലോ, ഷാളോ, ക്യാനോ, മേയോ ഉപയോഗിച്ചിട്ട് അതിന്റെ കൂടെ V1 തന്നെ ഉപയോഗിക്കണം. അപ്പം ഇഫ് ചേർന്ന ഭാഗത്ത് V1 ആണെങ്കിൽ മെയിൻ ക്ലോസിൽ, പ്രധാനപ്പെട്ട ക്ലോസിലും എന്ത് തന്നെ വേണം? V1 വേണം. കൂടെ ആര് വേണം? വില്ലോ, ഷാളോ, ക്യാനോ, മേയോ വേണം. ഇനി ഇഫ് ചേർന്ന ഭാഗത്ത് V2 അഥവാ പാസ്റ്റ് ടെൻസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ മെയിൻ ക്ലോസിൽ വരേണ്ടത് ഈ വില്ല്, ഷാള്, ക്യാൻ, മേ അവയുടെ പാസ്റ്റ് ടെൻസ് ആയ വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ വരണം. പ്ലസ് അതിന്റെ കൂടെ ആര് തന്നെ? V1 തന്നെ വരണം. V2 അല്ല, V1 തന്നെ. അടുത്തത് ഇഫ് ചേർന്ന ഭാഗത്ത് ഹാഡ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാഡ് പ്ലസ് ബീൻ
അതുമല്ലെങ്കിൽ ഹാഡ് പ്ലസ് ഹാഡ് എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസിൽ വരേണ്ടത് വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 വരണം. ഇത് കാണാണ്ട് പഠിച്ചു വെക്കുക, ഉറപ്പായിട്ടും വരും. V1 വന്നാൽ വിൽ ഓർ ഷാൾ അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ ചേർത്ത് V1. V2 വന്നാൽ വുഡ് ഷുഡ് കുഡ് മൈറ്റ് അതിന്റെ കൂടെ V1. ഇനി ഹാഡ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാഡ് പ്ലസ് ബീൻ അതുമല്ലെങ്കിൽ ഹാഡ് പ്ലസ് ഹാഡ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ വുഡ് ഹാവ് V3, ഷുഡ് ഹാവ് V3, could have V3, might have V3. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇഫ് ഇറ്റ് ഡാഷ് ദ പ്രോജക്റ്റ് ഹെഡ്, ഇഫിന്റെ ഭാഗത്തുള്ളത് എന്താണെന്നാണ് നമുക്കറിയില്ല. മെയിൻ ക്ലോസ് നോക്കിക്കേ, എന്താണ് എഴുതിയിരിക്കുന്നത്? കുഡ് ഹാവ് മെയ്ഡ്, കുഡ് ഹാവ് മെയ്ഡ്. കുഡിന്റെ കൂടെ ഹാവ് വരുമ്പോൾ അത് ഏതാണ്? മൂന്നാമത്തെ ക്ലോസ്. നോക്കിക്കേ, കുഡ് ഹാവ് മെയ്ഡ്. അപ്പൊ ഇഫ് ക്ലോസിൽ ആര് വരണം? ഒന്നെങ്കിൽ ഹാഡ് പ്ലസ് V3 വരണം, അല്ലെങ്കിൽ ഹാഡ് പ്ലസ് ബീൻ വരണം, അല്ലെങ്കിൽ ഹാഡ് പ്ലസ് ഹാഡ് വരണം. നോക്കിക്കേ, ഹാസ് വരുവോ? ഇല്ല. ഹാവ് വരുവോ? ഇല്ല. വാസ് മാത്രം വരുവോ? ഇല്ല. പിന്നെ ഏതേ വരുവുള്ളൂ? ഹാഡ് ബീൻ. ക്ലിയർ? ഓക്കെ. അടുത്തത്, ഷീ ഈസ് സഫറിംഗ് ഫ്രം താനാറ്റോഫോബിയ. ദ വേർഡ് താനാറ്റോഫോബിയ മീൻസ് ഫോബിയാസ്. നമുക്കല്ലേ എന്തിനെയൊക്കെ പറ്റിയെങ്കിലും ഉള്ള പേടിയാണ് നമ്മൾ ഫോബിയാസ് എന്ന് പറയുന്നത്. എന്താണ് താനാറ്റോഫോബിയ എന്ന് പറഞ്ഞാൽ? താനാറ്റോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് ഡെത്ത്, മരണത്തെ പറ്റിയുള്ള പേടി, മരണത്തിനോടുള്ള പേടി, അതിനെയാണ് നമ്മൾ താനാറ്റോഫോബിയ എന്ന് പറയുന്നത്. എന്താണ്? മരണത്തോടുള്ള പേടി, അതിനെയാണ് നമ്മൾ താനാറ്റോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ഫിയർ ഓഫ് സ്നേക്സ് ഉണ്ട്, ഫിയർ ഓഫ് ഡാർക്ക്നെസ് ഉണ്ട്, ഫിയർ ഓഫ് ഹൈറ്റ് ഉണ്ട്. നോക്കിക്കേ, ഫിയർ ഓഫ് സ്നേക്സ് പാമ്പുകളോടുള്ള പേടി, അതിനെ നമ്മൾ ഒഫിഡിയോഫോബിയ എന്ന് പറയും. എന്താണ്? ഒഫിഡിയോഫോബിയ. പഠിച്ചു വെക്കുക. ഫിയർ ഓഫ് ഡാർക്ക്നെസ് ഇരുട്ടിനോടുള്ള പേടി, അതിനെ നമ്മൾ നിക്ടോഫോബിയ എന്ന് പറയുന്നു. ഇരുട്ടിനോടുള്ള പേടി. ദെൻ ഫിയർ ഓഫ് ഹൈറ്റ് ഉയരത്തോടുള്ള പേടി, അതിനെ നമ്മൾ അക്രോഫോബിയ എന്ന് പറയുന്നു. അക്രോഫോബിയ. ഫിയർ ഓഫ് വാട്ടർ വെള്ളത്തോടുള്ള പേടി, അതിനെ നമ്മൾ അക്വാഫോബിയ എന്ന് പറയുന്നു. അക്വാഫോബിയ. ഇനിയുള്ളത് ഫിയർ ഓഫ് ഡെഡ് ബോഡി, ശവശരീരത്തിനോടുള്ള പേടിക്ക് നമ്മൾ നെക്രോഫോബിയ എന്ന് പറയുന്നു. ഫിയർ ഓഫ് ഡെത്ത് ആണെങ്കിൽ മരണത്തോടുള്ള പേടി താനാറ്റോഫോബിയ. ഇത് മരണമല്ല, ഡെഡ് ബോഡി. ഡെഡ് ബോഡി ആണെങ്കിൽ നെക്രോഫോബിയ. ഓർത്തു വെക്കുക. അടുത്തത്, ദ ആന്റോണിം ഓഫ് ദ വേർഡ് കാലസ്. ആന്റോണിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓപ്പോസിറ്റ് മീനിങ്, അതിനെയാണ് നമ്മൾ ആന്റോണിം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം എന്തറിയണം? ഇതിന്റെ മീനിങ് എന്താണെന്ന് അറിയണം. എന്താണ് കാലസ്? കാലസ് എന്ന് പറഞ്ഞാൽ ഒട്ടും ദയയില്ലാത്ത, അനുകമ്പയില്ലാത്ത, വളരെ ക്രൂരമായിട്ടുള്ള, പരുഷമായിട്ടുള്ള, അതാണ് കാലസിന്റെ മീനിങ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അനുകമ്പയുള്ള, ദയയുള്ള. അങ്ങനെ ഒരു വാക്ക് ഇവിടെ ഏതാ ഉള്ളത്? ഇമ്പോർട്ടന്റ് ആണോ? അല്ല. സില്ലി ആണോ? അല്ല. പിന്നെ ഏതാണ്? കമ്പാഷനേറ്റ്, ദയയുള്ള. സോ ദയയുള്ള എന്ന അർത്ഥമാണ് കമ്പാഷനേറ്റ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് കാലസ്, അനുകമ്പ, ദയ ഇല്ലാത്ത. ഓക്കെ. നെവർ ഡാഷ് ഹേർഡ് സച്ച് എ സ്റ്റോറി. നെവർ ഹാഡ്, നെവർ ഡാഷ് ഹേർഡ് സച്ച് എ സ്റ്റോറി എന്ന് പറയുമ്പോൾ നെവർ ഡാഷ് ഇതുവരെയും കേട്ടിട്ടില്ല. സോ അവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. സോ അപ്പൊ അവിടെ എന്ത് വരും? നെവർ ഹാവ് ഐ ഹേർഡ് such a story. Never have I heard such a story. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ റീസെന്റ് 2024 നടന്ന ഫയർമാന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ. അടുത്തത്, ചേഞ്ച് ദ സെന്റൻസ് ഇൻടു പാസീവ് വോയിസ്. അഗൈൻ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ്. നമുക്ക് നോക്കാം. നിഹാരിക ക്യാൻ സോൾവ് ദ ക്രൈസിസ്. നിഹാരിക ക്യാൻ സോൾവ് ദ ക്രൈസിസ്. ഓക്കെ. ഇവിടെ നമുക്കറിയാം പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഒബ്ജക്റ്റിനെ പിടിച്ച് സബ്ജക്റ്റ് ആക്കി. സോ ദ ക്രൈസിസ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്, അതിനെ നമ്മൾ സബ്ജക്റ്റ് ആക്കി. ഇനി വെർബ് ക്യാൻ സോൾവ് ആണ്. ക്യാൻ സോൾവ് എന്നുള്ളത് ക്യാൻ ബി സോൾവ്ഡ് എന്നായിട്ട് മാറുന്നു. ക്യാൻ ബി സോൾവ്ഡ്. അപ്പൊ എന്ത് വരും? ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ നിഹാരിക. ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ നിഹാരിക. ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ദ ക്രൈസിസ് ബീൻ സോൾവ്ഡ് പറ്റില്ല. ദ ക്രൈസിസ് ക്യാൻ ബി ഇല്ല, അതുകൊണ്ട് ഇതും എടുക്കാൻ പറ്റില്ല. ദ ക്രൈസിസ് ഈസ് ആയി, ക്യാൻ ഇല്ല. സോ ആദ്യത്തെ ഓപ്ഷൻ ആണ് ദ ക്രൈസിസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ നിഹാരിക. അടുത്തത്, ഹി ഈസ് എ ബിഗ് ചീസ്.
എ ബിഗ് ചീസ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? എ ബിഗ് ചീസ് എന്ന് പറഞ്ഞാൽ ആൻ എനർജറ്റിക് പേഴ്സൺ, അതിനെയാണ് നമ്മൾ ബിഗ് ചീസ് എന്ന് പറയുന്നത്. ഹീസ് എ ബിഗ് ചീസ്, ഹീസ് ബിഗ് ചീസ് എന്ന് പറഞ്ഞാൽ ആൻ എനർജറ്റിക് പേഴ്സൺ. നെക്സ്റ്റ്, ദ തീവ്സ് പ്ലാൻഡ് ടു ഡാഷ് ദ ബാങ്ക് ഓഫ് പൂനെ. ദ തീവ്സ് എന്ത് ചെയ്തു? ബാങ്ക് ഓഫ് പൂനെ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? ടേക്ക് ആഫ്റ്റർ. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ, ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. റിസംബിൾ, റിസംബിൾ എന്ന് പറഞ്ഞാൽ സാദൃശ്യം. ഷീ ടേക്സ് ആഫ്റ്റർ ഹെർ മദർ എന്ന് പറഞ്ഞാൽ അവൾ അവളുടെ അമ്മയെ പോലെ തന്നെ ഇരിക്കുന്നു, അമ്മയുടെ അതേ പിന്തുടർച്ചയാണ് എന്ന് പറയുന്നു. ആ മീനിങ് തന്നെയാണ് ഇവിടെ. ദ ബാങ്ക് ഓഫ് പൂനെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ്? അതിനെ ഫോളോ ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ടേക്ക് ആഫ്റ്റർ എന്ന് പറയുന്നത്, പിന്തുടരുക. ഇനി സെറ്റ് അസൈഡ് ഉണ്ട്, അതുപോലെ തന്നെ മേക്ക് ഔട്ട് ഉണ്ട്, മേക്ക് എവേ വിത്ത് ഉണ്ട്. ഇതിൽ മേക്ക് എവേ വിത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കിൽ, കൊല്ലുക എന്നാണ്. സെറ്റ് അസൈഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വരൂപിക്കുക, കളക്ട് ചെയ്ത് വെക്കുക. ദെൻ മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. ഇതിൽ മേക്ക് ഔട്ട് ഓർത്തിരിക്കുക, എപ്പോഴും ചോദിക്കുന്ന ഒരെണ്ണമാണ് മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് വേണ്ടത് ടേക്ക് ഔട്ട്. ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പഴയ LDCയും ലാസ്റ്റ് നടന്ന LDCയും റീസെന്റ് നടന്ന ഫയർമാനും. നിങ്ങൾ എല്ലാവരും ഒരുപാട് തവണ നോക്കിയിട്ടുള്ളതായിരിക്കും. എങ്കിൽ കൂടി നിങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ സാധിച്ചത് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ കൃത്യതയോടെ എത്തിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തണം. നിങ്ങൾ കമന്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ക്ലാസ് നിങ്ങളിലേക്ക് എന്തുമാത്രം എത്തി, അതുപോലെ തന്നെ അതിൽ ഇനി എന്താണ് മാറ്റം വരുത്തേണ്ടത്, ഇനിയും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വേണോ എന്നുള്ളതിനെ കുറിച്ചെല്ലാം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എല്ലാവരും കാണുക, നല്ല രീതിയിൽ മനസ്സിലാക്കുക. നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമന്റുകളായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, സോ അതിനെല്ലാം മറുപടി പറയുന്നതാണ്. സോ അടുത്ത ക്ലാസ് വഴി നമുക്ക് കാണാം. അതുവഴി എല്ലാവർക്കും താങ്ക് യു.